കേരളത്തിലെ സഭകളെ സംബന്ധിച്ച് അതിപ്രധാനമായ ഒരു യോഗമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ലോകത്തിലേക്കും ഏറ്റവും വലിയൊരു ക്രൈസ്തവ പാർലമെന്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു യോഗമാണ്. മറ്റൊരു സഭകളിലും ഭരണഘടനാനുസൃതം ഇങ്ങനെ വലിയൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്ന രീതി കാണുന്നില്ല. കത്തോലിക്ക സഭയിൽ മെത്രാന്മാരുടെ യോഗം നടത്തുന്നുണ്ട്. എന്നാൽ ഓർത്തഡോക്സ് സഭകളിൽ മലങ്കര സഭയിൽ മാത്രമാണ് ഇത്ര വലിയ വിപുലമായ ഒരു യോഗം. സഭയുടെ എല്ലാ ദേവാലയങ്ങളെയും പ്രതികരിച്ച് വൈദികരും തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളും സംബന്ധിക്കുന്ന ഒരു മഹായോഗമാണ് നാളെ നടക്കുന്നത്. അത് സഭയുടെ ഭരണഘടന അനുസരിച്ച് വിളിച്ചുകൂടപ്പെടുന്ന ഒരു യോഗം കൂടിയാകുന്നു എന്നുള്ളതാണ്. മലങ്കര മെത്രാപ്പോലിത്തയാണ് ഈ യോഗം വിളിച്ചുകൂട്ടുന്നത്. നാളെ, അതായത് മാർച്ച് 1-ാം തീയതി ഇവിടെ നടക്കുന്നതായ ഈ യോഗം എന്ന് പറയുന്നത് സഭയുടെ അടുത്ത 5 വർഷത്തേക്കുള്ള പ്രധാന ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നതായ ഒരു യോഗമാണ്. അതായത് ഏകദേശം 130 പേർ അംഗങ്ങൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായും അതിനെ തുടർന്ന് പരിശുദ്ധ ബാബാതിരുമനസ്സുണ്ട് മലങ്കര മെത്രാപ്പോലിത്ത എന്ന നിലയ്ക്ക് നോമിനേറ്റ് ചെയ്യുന്ന 30 പേരും കൂടി ചേർന്നതാണ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ആ മാനേജിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പാണ് നാളെ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഒരു വിധത്തിൽ പറഞ്ഞാൽ അവരുടെ നോമിനേഷൻ ഓൾറെഡി അതാത് ഭദ്രാസനം എന്നുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞു. നാളെ അതുകൊണ്ട് അതിന് വലിയൊരു തെരഞ്ഞെടുപ്പിന്റെ ആവശ്യകത ഇല്ല. നടപടിച്ചട്ടം അനുസരിച്ചുള്ളതായ ക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഓരോ ഭദ്രാസനത്തിനും കൊടുത്തിരിക്കുന്നതായ നമ്പര് തക്കമുള്ളതായ ആളുകളെ തെരഞ്ഞെടുത്ത് നോമിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നാളെ അവരുടെ പേരുകൾ വിളിച്ചു വെള്ളി അത് കൈയടിച്ച് പാസ്സാക്കുന്ന ഒരു രീതിയാണ് പൊതുവെ കാണുന്നത്. എന്നാൽ നാളെ നടക്കുന്ന മറ്റ് 2 പ്രധാന തെരഞ്ഞെടുപ്പുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, വൈദിക ട്രസ്റ്റി സ്ഥാനത്തേക്ക് ഒരാളെ തെരഞ്ഞെടുക്കുക. 2, അൽമായ ട്രസ്റ്റി സ്ഥാനത്തേക്ക് ഒരാളെ തെരഞ്ഞെടുക്കുക. അതിനുവേണ്ടിയുള്ള ഇലക്ഷനാണ് നാളെ നടക്കുന്നത്. വൈദിക ട്രസ്റ്റി സ്ഥാനത്തേക്ക് 3 വൈദികരും അൽമായ ട്രസ്റ്റി സ്ഥാനത്തേക്ക് 2 വിശ്വാസികളും മത്സര രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ നോമിനേഷൻ സ്വീകരിക്കുകയും അത് വാലിഡായി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെ 3 വൈദികരിൽ നിന്ന് ഒരാളെ വൈദിക ട്രസ്റ്റിയായും 2 അൽമായയിൽ നിന്ന് ഒരാളെ അൽമായ ട്രസ്റ്റിയായും തിരഞ്ഞെടുക്കണം. നാളെ തിരഞ്ഞെടുക്കപ്പെടുന്നതായ വൈദിക ട്രസ്റ്റിയുടെയും അൽമായ ട്രസ്റ്റിയുടെയും മാനേജിംഗ് കമ്മിറ്റിയുടെയും കാലാവധി എന്ന് പറയുന്നത് അടുത്ത 5 വർഷത്തേക്കാണ്. ഇനി ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അടുത്ത 5 വർഷത്തിന് ശേഷം ആയിരിക്കും. എന്നാൽ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ എപ്പോഴാവശ്യമുള്ളപ്പോഴും വിളിച്ചുകൂട്ടാം. കാരണം ഇവരെ മാത്രം തെരഞ്ഞെടുക്കുന്ന ഒരു യോഗമല്ല മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ. സഭയുടെ കാതോലിക്ക ബാവ ഉൾപ്പെടെയുള്ള മെത്രാപ്പോലിത്തന്മാരെ എല്ലാവരെയും തെരഞ്ഞെടുക്കുന്നത് ഈ അസോസിയേഷൻ യോഗത്തിലാണ്. അപ്പം ഈ അസോസിയേഷൻ യോഗം കഴിഞ്ഞ് അടുത്ത വർഷം വേണമെങ്കിൽ അസോസിയേഷൻ വീണ്ടും വിളിച്ചുകൂട്ടാം. മെത്രാപ്പോലിത്തന്മാരെ എടുക്കണമെന്ന് സഭയ്ക്ക് ആവശ്യമുണ്ട് എങ്കിൽ. അതുകൊണ്ട് അസോസിയേഷന്റെ കാലാവധി 5 വർഷമാണെന്ന് പറയുമ്പോഴും ഒരു അസോസിയേഷന്റെ കാലാവധി 5 വർഷമാണെന്ന് പറയുമ്പോഴും അസോസിയേഷൻ എപ്പോൾ വേണമെങ്കിലും വിളിച്ചുകൂട്ടാം എന്നുള്ളതാണ് ഈ അസോസിയേഷന്റെ പ്രത്യേകത. വോട്ടെടുപ്പിന്റെ രീതി സീക്രട്ട് ബാലറ്റ് ആയിരിക്കും. ഏകദേശം 45 പോളിംഗ് ബൂത്തുകൾ അസോസിയേഷൻ യോഗം നടക്കുന്ന സ്ഥലത്തിന് 2 വശങ്ങളിലുമായി ക്രമീകരിച്ചിട്ടുണ്ട്. വൈദികർക്കും അൽമായർക്കും ഭദ്രാസന തലത്തിൽ തന്നെ ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് പോയി രഹസ്യമായി വോട്ട് ചെയ്യാനുള്ളതായ സംവിധാനമാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യ ഭരണാധികാരിയായി പ്രിയപ്പെട്ട KT ചാക്കോസ് IAS അവர்களാണ് ചുമതല വഹിക്കുന്നത്. അദ്ദേഹത്തോട് ചേർന്ന് സഹായിക്കാനുള്ള ചെറിയ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന്റെ കൂടി താല്പര്യം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നൽകിയിട്ടുണ്ട്. മുന്നൊരുക്കങ്ങൾ മീൻസ് ഇതൊരു വലിയൊരു യോഗമായതുകൊണ്ട് വലിയൊരു പന്തലുണ്ടാകണം. ആ പന്തല് അതിന് പണി ഏകദേശം പൂർത്തിയാക്കി ഈ നഗരത്തിൽ വെച്ച് തന്നെയാണ് അത് നടക്കുന്നത്. പിന്നെ ഭദ്രാസന തലത്തിൽ വരുന്നവരെ ഓരോരുത്തരെയും അതിനകത്ത് ഇരുത്താനുള്ളതായ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കണം. യോഗത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് മലങ്കര മെത്രാപ്പോലിത്തയും പരിശുദ്ധ കാതോലിക്കമായിരിക്കുന്ന ബാബാതിരുമേനിക്കും അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റുമാരായിരിക്കുന്ന മെത്രാപ്പോലിത്തന്മാർക്കുള്ളതായ വേദി പ്രത്യേകമായിട്ട് ഒരുക്കണം. പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിക്കണം. കൗണ്ടിംഗ് സ്റ്റേഷൻ പ്രത്യേകമായിട്ട് ക്രമീകരിക്കണം.
ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇടവുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്നതായ പ്രതിനിധികൾക്ക് മാത്രമാണ് പ്രവേശിക്കാനായിട്ട് പറ്റുന്നത്. അല്ലാതെ എല്ലാവർക്കും പ്രവേശിക്കാവുന്ന ഒരു പൊതുസമ്മേളനമല്ല നടക്കുന്നത്. ഭരണഘടനാ അനുസൃതം വിളിച്ചുകൂട്ടുന്ന ഒരു യോഗമാകിയാൽ മലങ്കര സഭയുടെ ഭരണഘടന അനുസരിച്ച് ഓരോ ഇടവകയിൽ നിന്നും ഇത്ര ആളുകൾ വെച്ച് തെരഞ്ഞെടുക്കണമെന്നുള്ള അറിയിപ്പനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് നാളെ വരുന്നത്. അതിലൊരു പള്ളിയിൽ നിന്നും ഒരു വൈദികനും പിന്നെ ഇടവകയുടെ വലിപ്പം അനുസരിച്ച് കൊടുത്തിരിക്കുന്നതായ നമ്പറുള്ളതായ അൽമായരും ആണ് നാളെ വരുന്നത്. അത് ചില പള്ളികളിൽ നിന്ന് 1 ആകാം, ചില പള്ളികളിൽ നിന്ന് 10 വരെ ആകാം. ആ പള്ളിയുടെ വലിപ്പം അനുസരിച്ചായിരിക്കും അത് ക്രമീകരിച്ച് നൽകിയിരിക്കുന്നത്. ഇവർ നാളെ ഇവിടെ വരുമ്പോൾ വാതിലിൽ തന്നെ, അതായത് സമ്മേളന നഗറിലേക്ക് പ്രവേശിക്കുന്ന വാതിലിന് മുമ്പിൽ തന്നെ അതിനുള്ളതായ രജിസ്ട്രേഷൻ കൗണ്ടറുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ അവർക്ക് കൊടുത്തിരിക്കുന്ന അധികാരപത്രങ്ങൾ കാണിച്ച് ബുക്കിൽ ഒപ്പുവെച്ച് ബാഡ്ജ് സ്വീകരിച്ച് ബാഡ്ജ് ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് അവർക്ക് പറ്റുകയുള്ളൂ. സമ്മേളനം നടക്കുന്ന ഹോളിലേക്ക് ഈ രജിസ്റ്റർ ചെയ്ത് പാട്ടുള്ള ആളുകൾ മാത്രമേ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. അല്ലാതെ ആരും തന്നെ ഹോളിനകത്തേക്ക് പ്രവേശിക്കുക. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായി. നാളെ അവർ വരുമ്പോൾ അതനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് കയറിയാൽ മതിയായിരിക്കും. ബാക്കി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്.